ഇനി നമുക്ക് എന്താണ് മോഡിഫയേഴ്സ് നോക്കാം. മോഡിഫയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു 2 ഡിജിറ്റ് ക്യാരക്ടർ ആണ്. CPT കോഡ്സിന്റെയും HCPCS കോഡ്സിന്റെയും കൂടെ ഇടുന്ന ഒരു 2 ഡിജിറ്റ് ക്യാരക്ടർ ആണ് മോഡിഫയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കോഡിന്റെ ഡിസ്ക്രിപ്ഷനിൽ ചേഞ്ച് ഒന്നും വരുത്താതെ തന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് കുറച്ച് ഇൻഫോർമേഷൻസ് കൊടുക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മോഡിഫയേഴ്സ് യൂസ് ചെയ്യും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 50 എന്ന് പറയുന്ന മോഡിഫയർ എടുക്കുകയാണെങ്കിൽ അത് ബൈലേറ്ററൽ പ്രൊസീജിയർ എന്നാണ് ആ കോഡിന്റെ ആ മോഡിഫയറിന്റെ ഡിസ്ക്രിപ്ഷൻ വരുന്നത്. അതായത് ഇപ്പോൾ കോഡിൽ പറഞ്ഞിട്ടുള്ളത് ഒരു സൈഡിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ, യൂണിലേറ്ററൽ ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതെങ്കിലും ഒരു പ്രൊസീജിയർ ചെയ്തിട്ടുള്ളത് ഒരു സൈഡിലാണ് ചെയ്തിട്ടുള്ളത്, പക്ഷേ ചെയ്തിട്ടുള്ളത് എന്നാണ് കോഡിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ശരിക്കും ആ പേഷ്യന്റിന് രണ്ട് സൈഡിലും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ കോഡിന്റെ കൂടെ 50 മോഡിഫയർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമല്ലേ നമുക്ക് അതിനുള്ള പേയ്മെന്റ് കിട്ടുള്ളൂ. രണ്ട് സൈഡിലും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ 50 മോഡിഫയർ ഇട്ട് കൊടുക്കണം, എന്നാൽ ആ ഡോക്ടർക്ക് അതിനുള്ള പേയ്മെന്റ് കിട്ടുള്ളൂ. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 52 മോഡിഫയർ, അതായത് റെഡ്യൂസ്ഡ് സർവീസസ്. അതായത് ഇപ്പോൾ കോഡിൽ കൊടുത്തിട്ടുള്ളത് രണ്ട് സൈഡിലും ചെയ്തിട്ടുണ്ട് ആ പ്രൊസീജിയർ എന്നാണ് കോഡിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ശരിക്കും ഡോക്ടർ ഒരു സൈഡിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പം നമ്മൾ ഡോക്ടർക്ക് അതിനുള്ള പേയ്മെന്റ് മാത്രമേ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യണം, 52 മോഡിഫയർ ആ കോഡിന്റെ കൂടെ 52 മോഡിഫയർ കൂടെ ഇട്ട് കൊടുക്കണം. അപ്പം നമുക്ക് ഈ മോഡിഫയർ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്, നമ്മുടെ ഈ പേയ്മെന്റ്സ് ഇൻക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാൻ ഒക്കെ നമ്മൾ ഈ മോഡിഫയേഴ്സ് ഈ കോഡിന്റെ കൂടെ യൂസ് ചെയ്യണം. ഇനി 2 ടൈപ്സ് ഓഫ് മോഡിഫയേഴ്സ് ആണുള്ളത്, ലെവൽ 1 ആൻഡ് ലെവൽ 2. ലെവൽ 1 മോഡിഫയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CPT മോഡിഫയർ ആണ്. അത് 2 ന്യൂമറിക്കൽ ഡിജിറ്റ്സ് ആണ്. അതായത് 50 നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, 50, 52, 22, 26 അങ്ങനെയാണ് ആ മോഡിഫയേഴ്സ് വരിക, CPT മോഡിഫയേഴ്സ് വരിക. ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് AMA ആണ്, അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ. ഇനി ലെവൽ 2 മോഡിഫയർ എന്ന് പറയുന്നത് HCPCS മോഡിഫയർ ആണ്. അത് ആൽഫ ന്യൂമറിക്കൽ ആണ്. അതായത് F1, LT, RT അങ്ങനെയൊക്കെയാണ് വരിക. ഒരു നമ്പറും ഒരു ലെറ്ററും അല്ലെങ്കിൽ രണ്ട് ലെറ്റേഴ്സ് അങ്ങനെയൊക്കെയാണ് ഈ HCPCS മോഡിഫയർ വരിക. ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് CMS ആണ്, സെന്റേഴ്സ് ഫോർ മെഡിക്കെയർ ആൻഡ് മെഡിക്കേഡ് സർവീസസ്. ഇനി നമുക്ക് ഓരോ മോഡിഫയേഴ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ മോഡിഫയർ 22 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻക്രീസ്ഡ് പ്രൊസീജിയറൽ സർവീസ്. അതായത് ഇപ്പം എന്തെങ്കിലും ഒരു പ്രൊസീജിയർ ചെയ്യാണ്, ഡോക്ടർ എന്തെങ്കിലും ഒരു പ്രൊസീജിയർ ചെയ്യാണ്, അതിന് യൂഷ്വലി എടുക്കുന്ന ടൈമിനേക്കാൾ കൂടുതൽ ടൈം എടുക്കേണ്ടി വരിക അല്ലെങ്കിൽ കൂടുതൽ വർക്ക് ആ ഒരു പ്രൊസീജിയറിൽ ചെയ്യേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ കോഡിന്റെ കൂടെ 22 മോഡിഫയർ കൂടെ ഇട്ട് കൊടുക്കണം. ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് സർജറി ചാപ്റ്റേഴ്സിന്റെ കൂടെ മാത്രമാണ്, സർജറി ചാപ്റ്റർ കോഡ്സിന്റെ കൂടെ മാത്രമാണ് ഈ 22 മോഡിഫയർ വരുള്ളൂ. അതായത് 1 to 6 സീരിയസ് കോഡ്സ് ആണ് സർജറി കോഡ്സ് അല്ലേ, ആ കോഡ്സിന്റെ കൂടെ മാത്രമേ 22 മോഡിഫയർ വരുള്ളൂ. അപ്പോൾ വേറെ ഏതെങ്കിലും ചാപ്റ്റർ കോഡ്സിന്റെ കൂടെ ഈ 22 മോഡിഫയർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ ആ കോഡ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം എക്സാമിന്. ഓക്കെ, അപ്പോൾ 22 മോഡിഫയർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് മോഡിഫയർ 23 അൺയൂഷ്വൽ അനസ്തേഷ്യ. അതായത് ശരിക്കും ഇപ്പോൾ ഒരു പ്രൊസീജിയർ ചെയ്യാനായിട്ട് അനസ്തേഷ്യ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചെറിയൊരു മുറിവ്, ആ മുറിവ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഡ്രസ്സ് ചെയ്ത് വിടണം. പക്ഷെ അതിന് അനസ്തേഷ്യ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ പേഷ്യൻറ്റിന് ഭയങ്കര പേടി അല്ലെങ്കിൽ അത് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ മാത്രം ശരിക്കും അനസ്തേഷ്യ കൊടുക്കണ്ട, പക്ഷെ പേഷ്യൻറ്റിൻ്റെ പേടി കാരണം കൊണ്ട് അനസ്തേഷ്യ കൊടുക്കുകയാണ്. അപ്പോൾ അൺയൂഷ്വൽ അനസ്തേഷ്യ അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ മോഡിഫയർ 23 കൊടുക്കണം.